വിളിച്ചിട്ട് കിട്ടിയ രണ്ടുപേര് വിളിച്ചു. ഒരാള് പറഞ്ഞു ആയിരത്തി എനിക്ക് പോണില്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളെ വിളിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ പോണുണ്ട് ചേച്ചി, നേരം വൈകും, ഞങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ പോണതല്ല, അപ്പൊ നിങ്ങള് പോയാൽ ഞങ്ങളോട് കൂടെ വന്നോട്ട് കുഴപ്പമില്ല, പിന്നെ നമ്മളൊന്നിട്ട് ചെയ്യാ പള്ളി പോണ്ട. കാര്യം ചെയ്ത് നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ഇല്ലേ ജോസ്, അവരെന്ന് വിളിച്ചു നോക്കി. ഹലോ, ജോസല്ലേ? അതെ, ഇതാരാ? ഞാൻ ചേച്ചിടാ. എന്തല്ലേ ചേച്ചി? ഞങ്ങക്ക് പള്ളിയിലേക്കൊന്ന് പോണോ, നീ നിന്റെ കൂടെ വന്നാ കൊണ്ടുപോകാൻ പറ്റും? ഞങ്ങള് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാ പള്ളി പോകേണ്ട നല്ല കാര്യമാണ്, കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് വളരെ നേരത്തെയാണ് പോകാൻ പോകുന്നേ. എന്റെ വണ്ടിയിൽ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. അതല്ല ലില്ലേച്ചിയെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിഞ്ഞൂടെ? ഇന്ന് യൂണിറ്റ് വാർഷികമാണ്. അപ്പൊ യൂണിറ്റ് വാർഷിക കാരണം യൂണിറ്റ് പ്രസിഡന്റാണല്ലോ ഞാൻ. അപ്പൊ 100 കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ ഉറങ്ങിയിട്ടില്ല, ആകെ അസ്വസ്ഥനാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോ എന്തെങ്കിലും അപകടം ഉണ്ടായാലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യലില്ല ചേച്ചി, ദയവ് ചെയ്ത് തന്നെ വിട്, എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്നത്തെ വിശേഷത്തിന്റെ ദിവസം കാരണം ഞാൻ ഇന്ന് പോകണമെന്ന് പറഞ്ഞു നിന്നോട്. പള്ളിയിൽ പോകണമെന്ന് പൈസമർപ്പണത്തിന് പങ്കെടുക്കുന്നതാണ്, നിന്നോട് പറ്റും ചോദിക്കണേ, കൊണ്ടുപോകാൻ പറ്റും ചോദിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മലയാളമല്ല പറയുന്നേ, എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ചോദിക്ക്, വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ശരി എന്നാ കേട്ടി ഞാൻ ഹലോ ജോസല്ലേ? അതെ. അതെ, ഞങ്ങൾക്ക് ഇന്ന് കാലത്ത് കുർബാനയ്ക്ക് പോകാനായിട്ട് സായിടപ്പാ, കാലത്ത് 6:30 പള്ളിക്ക് പോകാനായിട്ട്. നീ ഏതായാലും പോണതല്ലേ? അതെ. അപ്പൊ ഞങ്ങളുടെ രണ്ടാളല്ലേ ഉള്ളോ? ചേട്ടാ, ഞാൻ ലില്ലേച്ചോട് എല്ലാം പറഞ്ഞല്ലോ, എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞിരുന്നു ലില്ലേച്ചോട്, ആരെങ്കിലും വിളിക്കുക, ആരെങ്കിലും കൊണ്ടുപോ. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂണിറ്റ് വാർഷികമാണ്, അതിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഞാൻ. 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ പ്രത്യേകത തന്നെ എൻ്റെ ഭാര്യ പള്ളിയിൽ ബൈബിൾ വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യ ബൈബിൾ വായിക്കാൻ പോണേ. അപ്പൊ ആ ഒരു പേടി. പിന്നെ അത് മാത്രല്ല, ഞാനും ബൈബിൾ വായിക്കുന്നുണ്ട്, 2 പേരും ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അവസ്ഥ പ്രത്യേക അവസ്ഥയിലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നീ യൂണിറ്റ് പ്രസിഡന്റ് അല്ലേ? കഴിഞ്ഞ ഞാൻ പറയട്ടെ തെക്കൂട്ടണ്ട, പറഞ്ഞോ. നീ യൂണിറ്റ് പ്രസിഡന്റ് അല്ലേ? അതെ. കഴിഞ്ഞ തവണ കുടുംബസമ്മേളനം കൂടി ഇപ്പൊ കഴിഞ്ഞ മാസത്തില് നീ പറഞ്ഞു പള്ളി ശുചീകരണം ആരുമില്ല, അതേപോലെ തന്നെ കാഴ്ച സമർപ്പണത്തിന് ആരും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് കാഴ്ച സമർപ്പണം നടത്താൻ ഞങ്ങൾ 2 പേര് വയ്യാത്ത ആൾക്കാരാ, ഞങ്ങൾക്ക് ചേർപ്പ് പൊളിക്കാത്താൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കിട്ടില്ല. കാലത്ത് അങ്ങനെയാ സംഭവം. 10 മണിക്കൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടും, പക്ഷേ ഈ സമയത്ത് ഒരു ഓട്ടോറിക്ഷ കിട്ടാൻ എളുപ്പമല്ല. വേറെ 2 പേരോട് പറഞ്ഞ് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നീ യൂണിറ്റിന് പ്രസിഡന്റ് നിനക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ബാധ്യസ്ഥനാണ്. അത് പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷെ അതിന് നീ ബാധ്യസ്ഥനാണ്. ആ ചുമതല നീ വഹിക്കണം, സഹനം വഹിക്കണം. അല്ല ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 2 പേരോട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരെന്താണ് മറുപടി തന്നത്? അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ അവർക്ക് 2 പേർക്കും. അത് ശരി. അപ്പൊ 3ാമത്തെ ആളാണ് ഞാൻ. അതെ അതെ അതെ. അപ്പൊ ഞാനും പറയണേ, 2 ക്രിസ്ത്യാനികൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 3ാമത്തെ ക്രിസ്ത്യാനി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഉള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മറ്റുള്ളവരെ സഹായിക്കുക, എൻ്റെ കയ്യിലുള്ളത് മറ്റവർക്ക് പങ്കിച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യണ്ടേ? എന്തൊക്കെയുള്ളത് മറ്റവർക്ക് കൊടുത്ത് അവരെ സഹായിക്കല്ലേ വേണ്ടത്? അല്ല, അത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പിന്നെന്താ ക്രിസ്ത്യാനിത്വം? ഞാനേ മറുപടി പറഞ്ഞ, ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോണേട്ടാ.
റെഡി. അവൻ ഫോൺ കട്ട് ചെയ്തു. അത് കാര്യം ചെയ്യാം, നമുക്ക് നടന്ന കഴിഞ്ഞ് പോവാം. ഹലോ, ആ ലില്ലേച്ചല്ലേ? അതെ. ആ ഞാനപ്പം എന്തൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാ, എന്തായാലും നിങ്ങൾ കാര്യം ചെയ്യും. കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ കാറ് പോണ മൂലയിൽ വന്ന് നിൽക്ക്. കൊണ്ടുപോവാം, എന്താ ചെയ്യാണ്ടിരിക്കുക. വന്ന് നോളട്ടാ. ആ ഞങ്ങൾ വന്നിട്ടോ. ആ പിന്നെ യേശുവേ, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ കുർബാന കാണാനും ഈ കാഴ്ച നടത്താനും അവസരം തന്നത് യേശുവിനെ നന്ദി.